Dear students, in the last class, we have to discuss about the third head of income, that is the profits and gains of business or profession. We discussed the fourth term, that is the profit, gains, business and profession. So, the business which deals with the section 2, subsection 13 and the profession which deals with the section 2, subsection 36. Today we are going to discuss section 28. So as per section 28, there are certain incomes which is chargeable to tax under this head. So this section is known as the charging section. Section 28 is known as the charging section of this head, that is the third head. അപ്പോൾ ഈ ഒരു 28 എന്ന് പറയുന്ന സെക്ഷനിലാണ് കുറേ ടൈപ്പ് ഓഫ് ഇൻകംസ് പറയുന്നുണ്ട്. ആ ഇൻകത്തിനാണ് നമ്മൾ ഈ ഒരു ഹെഡിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻകം എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി SSE ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോ വി നോ ദാറ്റ് in the income tax point of view, we have to assess the income which is earned by the SSE during the previous year. So the previous year means the year which is immediately preceding the assessment year. അപ്പോൾ ആ പ്രീവിയസ് ഇയറിൽ ഒരു SSEക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് ബിസിനസ്സും അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനുമായി റിലേറ്റ് ചെയ്ത് അയാൾക്ക് എന്തൊക്കെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ ഇൻകം ആണോ ഗെയിൻ ആണോ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹെഡിൽ അയാൾ ടാക്സ് അടയ്ക്കണം. ഹി ഹാസ് എ ടാക്സ് ലയബിലിറ്റി ഫോർ ദോസ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ which he is generated through his business or from his profession. Okay. Then second one is any compensation due or received. അവിടെ 4 ടൈപ്പ് പറയുന്നുണ്ട്. ഈ പറയുന്ന 4 തരത്തിലുള്ള കോമ്പൻസേഷൻ അത് ഡ്യൂ ആയത് either it is of due or it is of received. So the first case is any person in connection with, that means the compensation which is received by any person in connection with the termination or modification of an agreement for managing the whole or substantially the whole of affairs of an Indian company. ഒരു ഇന്ത്യൻ കമ്പനിയുമായിട്ടുള്ള കരാറിൻ്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക്, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എമൗണ്ടിന് എന്ത് വേണം, അതിനുള്ള കോമ്പൻസേഷന് അയാൾ ഈ ഒരു ഹെഡിൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻ്റ് ആവാം. ഇപ്പോൾ എന്ത് ചെയ്യണം, ഒരു പേഴ്സണെ നമ്മളൊരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ആ ഒരു ഡയറക്ടർ എന്ത് ചെയ്യുവാണ്, ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്ടറുമായിട്ട് അവരെ നിയമിക്കുന്നതിന് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുന്നുണ്ട് എങ്കിൽ അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അതിന് ഇയാൾ ഡയറക്ടർ എന്ത് ചെയ്യാണ്, അപ്പോൾ ആ ഡയറക്ടറായി നിയമിക്കുന്നതിന് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാന്നാണെങ്കിൽ പിന്നീട് ആൾക്ക് അവിടെ ഡയറക്ടറായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ മുമ്പായിട്ട് ആ ഒരു എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ദെൻ ദ ഡയറക്ടർ വിൽ ആസ്ക് ഫോർ ദി കോമ്പൻസേഷൻ. അപ്പോൾ അത്തരത്തിൽ കമ്പനി കോമ്പൻസേഷൻ നൽകുന്നുണ്ട് എങ്കിൽ, അപ്പോൾ അതൊരു ഇന്ത്യൻ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ മോഡിഫിക്കേഷനോ അതിൻ്റെ ടെർമിനേഷനോ ആയി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന കോമ്പൻസേഷന് ഈ ഒരു ഹെഡിൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. And the second point also deals with the same situation in case of any other company. So in first case it is an Indian company. So any amount which is received in connection with the termination or modification of an agreement of the affairs of an Indian company or any other company, it will be taxable under this head. അപ്പം ഒരു ബിസിനസ്സിൻ്റെ, അത് ഇന്ത്യൻ കമ്പനി ആവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനി ആവാം, അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻറ്റ്, അതിൻ്റെ ടെർമിനേഷനോ അല്ലെങ്കിൽ അതിൻ്റെ മോഡിഫിക്കേഷനോ ആയി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കോമ്പൻസേഷന് ഈ ഒരു ഹെഡിൽ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് എനി പേഴ്സൺ ഹോൾഡിംഗ് ആൻ ഏജൻസി in India for any part of the activities relating to the business of any other person at or in connection with the termination of the agency or modification of the terms and conditions relating thereto. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഏജൻസി,
അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ മോഡിഫിക്കേഷനും അതിൻ്റെ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ ലഭിക്കുന്ന കോമ്പൻസേഷനാണ് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ എന്താണ്, ഒരു പേഴ്സൺ ഒരു കമ്പനിയിലെ ഒരു ഏജൻസി അല്ലെങ്കിൽ എന്താണ് അവർ ആ കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ആ ഒരു ഏജൻസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ലഭിക്കുന്ന എമൗണ്ട് റെമ്യൂണറേഷനും ഇവിടെ ടാക്സബിൾ ആയിരിക്കും. Okay, then the fourth case is any person for or in connection with a vesting in the government or any other corporation owned by or controlled by the government under any law for the time being in force of the management of any properties of the business. അപ്പോൾ ഈ 4 കേസിലും നമ്മൾ പറയുന്നത് അവിടെ ബേസിക്കലി ഒരു എഗ്രിമെൻറ്റ്, ഇപ്പോൾ ഫസ്റ്റ് 2 അല്ലെങ്കിൽ 3 കേസിലും പറയുന്നത് അവിടെ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും, അതിൻ്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കോമ്പൻസേഷൻ അവിടെ ടാക്സബിൾ ലയബിലിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഈ 4th കേസിൽ പറയുന്നത് എന്താണ്, അവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരികയാണ്, ഗവൺമെൻറ്റിൽ വെസ്റ്റിംഗ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാവാം, അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ABC എന്ന് പറയുന്ന ഒരു കമ്പനി, അപ്പോൾ ആ ഒരു കമ്പനി നല്ല കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് പോകുന്ന ഒരു കമ്പനിയാണ്, ഒരു ഫേമാണ്. അപ്പോൾ ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യാണ്, അതിലൊരു ഡയറക്ടറെ ഡിമാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യും, ആ ഗവൺമെൻറ്റിലേക്ക് ആ ഡയറക്ടറെ വിട്ടു കൊടുക്കുകയാണ്. സോ ഫോർ ദാറ്റ് purpose, in return for that the government has to given some compensation for the company. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ്റിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള അതല്ലെങ്കിൽ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനമാവാം. അപ്പോൾ അത് ഏത് നിയമപ്രകാരമാണ്, അത് ആ സമയത്ത് നിലനിൽക്കുന്ന ഒരു നിയമപ്രകാരം. അപ്പോൾ അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഇല്ലേ അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എമൗണ്ടിന് ഇവിടെ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. So these are included under the second point, that is any compensation due or received. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കരാറിലുള്ള മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ, അതുപോലെ മറ്റുള്ള കമ്പനീസിൻ്റെയും അതിനോടനുബന്ധപ്പെട്ട് ലഭിക്കുന്ന കോമ്പൻസേഷന് ടാക്സബിൾ ആണ് ഈ ഒരു ഹെഡിൽ. അതുപോലെ തന്നെ ഒരു ഏജൻസി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ഇൻ റിട്ടേൺ ഫോർ ദാറ്റ് വെദർ ദർ ഈസ് എനി മോഡിഫിക്കേഷൻ ഇൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് ഏജൻസി ഇറ്റ് വിൽ ബി ടാക്സബിൾ. ആൻഡ് ഓൾസോ ഫോർ ദ വെസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗവൺമെൻറ് for the purpose of management of any property or business in India, if any person receiving a compensation for that purpose, it will be taxable under this head. അപ്പോൾ ഈ 4 പോയിൻ്റാണ് നമ്മൾ ഈ സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. ഓക്കെ, the next term is, or the next kind of income which is chargeable under this section 28 is export incentives. So the government makes so many measures for promoting exports. So in case of in the law of GST also, if you, I don't know that is whether you are aware about the GST. ഇപ്പോൾ GST എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ GSTയിലാണെങ്കിലും അവിടെ ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നുണ്ട്. സോ എക്സ്പോർട്ടിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നൽകുന്നുണ്ട് ഗവൺമെൻറ്, അപ്പോൾ ഇത് GSTയിലാണെങ്കിൽ കൂടി. അപ്പോൾ GST എന്ന് പറയുമ്പോൾ അതിൽ എക്സ്പോർട്ടിനെ 0 റേറ്റഡ് ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം പരമാവധി എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻ ദിസ് കേസ് ഓൾസോ ദർ ആർ സം എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ ഓൾസോ കം അണ്ടർ ദി ബിസിനസ് ഓഫ് പ്രൊഫഷണൽ ഇൻകം. സോ ദ ഫസ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എ ലൈസൻസ് ഗ്രാൻറ്റഡ് അണ്ടർ ദി ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ 1955 ഓർ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് അല്ലേ, എക്സ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഫിറ്റ് നമുക്ക് ലഭിക്കണം. അത് എങ്ങനെയാണ് ലഭിക്കുന്നത്, നമുക്കൊരു ലൈസൻസ് ഉണ്ട്. അപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈസൻസ് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ട് ലൈസൻസ് നമ്മൾ സെയിൽ ചെയ്യണം, നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ദാറ്റ് എമൗണ്ട് വിൽ ബി ടാക്സബിൾ അണ്ടർ ദിസ് ആക്ട്. ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടിന് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ബിസിനസ് ഇൻകത്തിലേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ എനി പേഴ്സൺ അഗെയിൻസ്റ്റ് എക്സ്പോർട്ടേഴ്സ് അണ്ടർ എനി സ്കീം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആദ്യം പറഞ്ഞു ഗവൺമെൻറ് ഒരുപാട് അസിസ്റ്റൻസ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് അസിസ്റ്റൻസ് ആ രീതിയിൽ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്ന അസിസ്റ്റൻസ് എല്ലാം തന്നെ നമ്മളതിന് എന്ത് ചെയ്യണം, ഈ ഒരു ഹെഡിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ തേർഡ് വൺ ഈസ് എ ഡ്യൂട്ടി ഡ്രോബാക്ക് ഫോർ എക്സ്പോർട്ട്.
ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി അടച്ചിട്ടാണ് സാധനം എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ അടച്ച് സാധനം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടച്ച ഡ്യൂട്ടി എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. സോ അതിനെയാണ് റീപേയ്മെൻറ്റ് ഓഫ് എനി കസ്റ്റംസ് ഓർ എക്സൈസ് ഡ്യൂട്ടി ടു എനി പേഴ്സൺ അഗെയിൻസ്റ്റ് എക്സ്പോർട്ട്, ദാറ്റ് ഇസ് ഡ്യൂട്ടി ഡ്രോബാക്ക് ഫോർ എക്സ്പോർട്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ GSTയിലാണെങ്കിലും സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വരുന്ന ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ്, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെമ്മിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എക്സ്പോർട്ടിന് പരമാവധി ഇൻസെൻറ്റീവ്സ്, അതുപോലെ പരമാവധി ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് നൽകുന്നുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളും എന്താണ്, ഇന്ത്യയുടെ ഒരു പേര് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ എക്സ്പോർട്ടിനെ മാക്സിമം ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന ഇൻസെൻറ്റീവ്സിന് ഇപ്പോൾ ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡ്യൂട്ടി അടച്ചു, അത് നമുക്ക് തിരിച്ചു കിട്ടാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻകം, ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. ഓക്കെ, അപ്പം എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എ ലൈസൻസ്. നമ്മളൊരു ലൈസൻസ് നമ്മൾ സെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നമ്മൾ ഈ ഒരു ഹെഡിൽ ക്യാഷ് അടയ്ക്കണം. അതുപോലെ തന്നെ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക്, ദെൻ അതുപോലെ തന്നെ ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ എനി പേഴ്സൺ അഗെയിൻസ്റ്റ് എക്സ്പോർട്ടേഴ്സ് അണ്ടർ ദ സ്കീം ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അണ്ടർ എനി സ്കീം. അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് അസിസ്റ്റൻസ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുവാണെങ്കിൽ വി വിൽ ബി ലയബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ഹെഡ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് വൺ ഇസ് എ ഡ്യൂട്ടി ഡ്രോബാക്ക് ഫോർ എക്സ്പോർട്ട്. എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കുന്നുണ്ട്. ആ ഡ്യൂട്ടി നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. Any interest, salary, bonus or commission or remuneration receivable by a partner from a firm. അല്ലെ, ഒരു ഫേമിൽ നിന്നും ഒരു പാർട്ട്ണർക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ, അതെല്ലാം തന്നെ എവിടെ വരുന്നുണ്ട്, ഈ ഒരു ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡ് ഓർത്തിരിക്കാം. ഇപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നമ്മളവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് ഇവിടെയാണ് വരുന്നത്, അത് ഇന്ന ഹെഡിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പം അതിലൊന്നാണ് ഒരു പാർട്ട്ണർക്ക് ഒരു ഫേമിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷനൊക്കെ. അപ്പോൾ നമുക്കറിയാം സാലറി എന്ന് പറയുന്ന ഹെഡിലേക്ക് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ആൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. അപ്പോൾ അതില്ലാത്ത കേസിൽ ആ ഇൻകം എല്ലാം തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ഹെഡിലാണ്. ദെൻ ഓൾസോ ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെദർ ദ ബിസിനസ് ഇറ്റ് ഇസ് ഓഫ് എ സ്പെക്കുലേഷൻ ഓർ നോൺ സ്പെക്കുലേറ്റീവ്, ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. Okay, then the value of any benefit or perquisites, whether convertible into money or not, arising from business or the exercise of a profession. അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെർക്വിസിറ്റ്സ് നമുക്കറിയാം, അത് ഇൻ ഫോം ഓഫ് എ ക്യാഷ് ആവാം, അതല്ലെങ്കിൽ ഇൻ കൈൻഡ് ആവാം. അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് ലഭിക്കുന്ന പെർക്വിസിറ്റ്സ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സാലറിയിൽ പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഓതറൈസ്ഡ് ഡീലറായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോളാം. ഹോണ്ടയുടെ ഒരു ഓതറൈസ്ഡ് ഡീലറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് പറഞ്ഞ ഇയറിൽ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് ഞാൻ അറ്റൈൻ ചെയ്തു. അപ്പോൾ അതിനെനിക്ക് കമ്പനി എന്ത് ചെയ്തു, ഒരു കാറ് എനിക്ക് കമ്പനി ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ ആ കാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാനും ആ കമ്പനിയും തമ്മിൽ, ഹോണ്ടയും തമ്മിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു പോർഷനിലാണ് അതിന് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എംപ്ലോയർ റിലേഷൻഷിപ്പിലല്ല വരിക, അത് ഒരു ബിസിനസ് റിലേഷൻഷിപ്പിലാണ്, B2B റിലേഷൻഷിപ്പിലാണ് വരിക. അപ്പോൾ അതിനെ നമ്മളിവിടെ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഏത് ഫോം ഓഫ് ഒരു പെർക്വിസിറ്റ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ലഭിച്ചാലും അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഹെഡ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻകം ഡെറൈവ്ഡ് ബൈ എ ട്രേഡ്, പ്രൊഫഷണൽ ഓർ സിമിലർ അസോസിയേഷൻ ഫ്രം സ്പെസിഫിക് സർവീസസ് പെർഫോംഡ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അല്ലേ, ട്രേഡ് അസോസിയേഷൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ടാവും, അതുപോലെയുള്ള അസോസിയേഷൻസ്. അപ്പോൾ അവരവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഉണ്ടാകുന്ന ഇൻകത്തിന് അവർ ഈ ഒരു ഹെഡിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനിയും കുറച്ചും കൂടെ ഉണ്ടാകും, നമുക്ക് നെക്സ്റ്റ് ഇതിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം 28 എന്ന് പറയുന്ന സെക്ഷൻ ചാർജിങ് സെക്ഷനാണ്. ആ സെക്ഷനിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഇൻകംസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്നാമതുള്ളൂ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം അതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത്, അത് വെദർ ഇറ്റ് ഈസ് ഓഫ് ഡ്യൂ ഓർ ഇറ്റ് ഈസ് ഓഫ് റിസീവ്ഡ്. ദെൻ അതുപോലെ എക്സ്പോർട്ടിനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഇൻസെൻറ്റീവ്സിനൊക്കെ തന്നെ നമ്മളിവിടെ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത് ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ, ഈ രൂപത്തിലെല്ലാം തന്നെ ഒരു ഫേം പാർട്ട്ണറിന് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ ടാക്സ് അടയ്ക്കണം. ദെൻ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിലൂടെ ലഭിക്കുന്ന ഇൻകം, ഏതെങ്കിലും രീതിയിലുള്ള പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ്, വെദർ ഇറ്റ് ഇസ് ഓഫ് കൺവേർട്ടബിൾ ഇൻ ടു മണി ഓർ നോട്ട്, അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹെഡിലേക്ക് വരുന്നുണ്ട്. ദെൻ ഒരു ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനും
അതിലൂടെ ഉണ്ടാകുന്ന ഇൻകത്തിന് അവരെന്ത് ചെയ്യണം, ഈ ഒരു ഹെഡിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ.